ഈ പ്രിട്ടി സാരിക്ക് കോമ്പിനേഷനായിട്ട് ബ്ലൗസ് പെയർ ചെയ്തിരിക്കുന്നത് ഇതാണ് കേട്ടോ. അപ്പം ഇതിനകത്ത് ഏതാണ് ഇതിനകത്ത് ഈ സാരിയുടെ ബെസ്റ്റ് പാർട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൺഫ്യൂഷനാണ്. കാരണം ഇതിൻ്റെ ബ്ലൗസ് ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ ഒരു തിൻ ബോർഡർ, സെറി ബോർഡർ വരുന്നുണ്ട്. ആൻഡ് ആ ഒരു ബോഡിയിൽ വന്നിരിക്കുന്ന ഫ്ലോറൽസിൻ്റെ കളർ അഡാപ്റ്റ് ചെയ്തിട്ടാണ് അതിനകത്ത് നമുക്ക് ബ്ലൗസ് പെയർ ചെയ്തിരിക്കുന്നത്. ഒരു കോട്ടൺ ബ്ലെൻഡഡ് ആണ്, പക്ഷെ അതിൻ്റെ ഒരു ലൈറ്റ് ഫീല് ബേസിക്കലി ഒരു ചന്തേരി പോലത്തെ ഉള്ള ഒരു ഫീലൊക്കെ വരുന്ന രീതിയിലാണ് എൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത്. മെറ്റീരിയലും അതുപോലെ തന്നെയാണ്. ആ ഒരു ഭയങ്കര സോഫ്റ്റാണ്, കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ആൻഡ് ഇത് ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ പെയിൻറ്റഡ് ആണെന്നല്ലേ തോന്നുള്ളൂ, പക്ഷേ ഇത് ആക്ച്വലി വോവൺ ആയിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ലൈക്ക് എന്താ പറയുക, അത് ഭയങ്കര രസമായിട്ടാണ് അതിൻ്റെ ഒരു ഫുൾ വീവിങ് ആൻഡ് അതിൻ്റെ പ്ലേസ്മെൻറ്റും ഒക്കെ വന്നിരിക്കുന്നത്. ഇത് പല്ലു ഡൗൺ ആയിട്ട് ഇത്രയും ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇത് പവലൂണിൽ ചെയ്തിരിക്കുന്ന ഫാബ്രിക്കാണ്. എല്ലാ സാരീസിൻ്റെ അകത്തും ഒരു ബേസ് വന്നിരിക്കുന്ന ഒരു ബേജ് ഷെയ്ഡാണ്. അപ്പം നമ്മൾ ക്ലോസപ്പ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ഇറ്റ്സ് ലൈക്ക് ഒരു മൾട്ടി കളേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് അത് ഫുള്ള് വീവ് ചെയ്തെടുത്തേക്കുന്നത്. അതിനകത്ത് നമുക്ക് ആ ഒരു ഷെയ്ഡിങ് പോലെയും ഒക്കെ ഭയങ്കര ഇൻട്രിക്കേറ്റ് ആയിട്ട്, ഇറ്റ്സ് ആക്ച്വലി ലൈക്ക് പെയിൻറ്റിങ്. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് അതിൻ്റെ ആ ഒരു ഫ്ലോറൽസിൻ്റെ വീവിങ് പാറ്റേൺ ഒക്കെ വന്നിരിക്കുന്നത്. ഓരോ പെറ്റൽസിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ആ ഒരു ഷെയ്ഡിങ്ങും ഗ്രഡേഷനും ഒക്കെ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഇതാണ് അതിൻ്റെ ഒരു ഫുൾ ലുക്ക്. അപ്പോൾ ഈ ഒരു പ്ലേസ്മെൻ്റ് ഒക്കെ നമുക്ക് ചുറ്റി വരുന്നിടത്തും നമുക്ക് ഇതങ്ങനെ കറങ്ങി ചുറ്റി വരുന്നിടത്ത് വരുന്ന ഒരു ഡീറ്റെയിലിംഗ് ആണ്. ഇത് ഷോൾഡർ ഡൗൺ ആയിട്ട് പുറകിലോട്ട് വരികയും ചെയ്യും. നല്ല ഭംഗിക്കാണ് അത് ഫുള്ള് വന്നിരിക്കുന്നത്. അപ്പോൾ അത് സ്കാറ്റേർഡ് ആയിട്ട് നമുക്ക് ഈ ഒരു ഫ്ലോറൽസ് അത് ബിഗർ ആൻഡ് സ്മോളർ മോട്ടീവ്സ് ആയിട്ടാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ കളേഴ്സ് ഇനി നമുക്കൊന്ന് നോക്കാം. എല്ലാത്തിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ഇതിനകത്താണെങ്കിൽ ബ്ലാക്ക് ഷെയ്ഡിലാണ് ഇതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത്. ഇതേപോലെ തന്നെ വീവിങ് പാറ്റേണോടുകൂടി വന്നിരിക്കുകയാണ്. ഫസ്റ്റ് കോമ്പിനേഷൻ്റെ അകത്ത് ഗ്രേയും ബ്ലാക്കുമാണ് അതിനകത്ത് കോമ്പിനേഷനായിട്ട് വന്നിരിക്കുന്നത് വിത്ത് ഗ്രീൻ ലീവ്സ്. സോ ദിസ് വൺ വി ഹാവ് എ ബ്രൈറ്റ് ബ്ലൂ ആൻഡ് ഗ്രേ ചേർന്നിട്ടുള്ള ബ്ലൂവിൻ്റെ ആയിട്ടുള്ള കോമ്പിനേഷൻ. ആൻഡ് ആ ഒരു വീവിങ്ങിൻ്റെ അകത്തും നമുക്ക് ഈ ഒരു ഗോൾഡൻ ജെറി മോട്ടീവ്സ് അതിനകത്ത് വന്നിട്ടുണ്ട്. പല്ലുവും അതേപോലെ തന്നെ സെറി വോവൺ പല്ലുവാണ്. ലൈറ്റ് ഗോൾഡൻ കോമ്പിനേഷനിലാണത് വന്നിരിക്കുന്നത്. സിഗ്സാക്ട് പാറ്റേൺ ഷോർട്ട് ആയിട്ടാണ് കേട്ടോ ആ പല്ലുവിൻ്റെ ഒരു ലുക്ക് വന്നിരിക്കുന്നത്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ദിസ് ഇസ് ദി ഫസ്റ്റ് ലുക്ക്. സെക്കൻഡ് ഷെയ്ഡ് ആൻഡ് ദെൻ വി ഹാവ് യെല്ലോ. അപ്പോൾ യെല്ലോയ്ക്കകത്തും കളർ കോമ്പിനേഷൻ ഏതാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഓറഞ്ച് യെല്ലോ കോമ്പിനേഷൻ്റെ അകത്ത് നമുക്ക് നല്ലൊരു യെല്ലോ ടോൺ തന്നെയാണ്, പക്ഷെ അത് ഒരു ഒലിവ് ചേർന്നിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ് അല്ലേ. നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്നു. നല്ല കളറാണ് കേട്ടോ. ഫേസിനൊക്കെ നല്ല ഭംഗി കിട്ടുന്ന ഷെയ്ഡാണ്. ബ്ലൗസ് ബേസിക്കലി ഇസ് ഗോയിങ് ടു മേക്ക് യു ലുക്ക് എന്താ പറയുക, ആ ഒരു സ്റ്റാൻഡ് ഔട്ട് ഫീൽ നമുക്ക് കിട്ടുന്ന രീതിയിൽ വരുന്ന വെരി പ്രിട്ടി സാരി. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഇസ് ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. നമുക്ക് ഈ ഒരു സമയത്ത് വളരെ സോഫ്റ്റായിട്ടും ആ ഒരു ഹാൻഡ് ഫീലൊക്കെ നല്ലതാണ്. ആൻഡ് വെയ്റ്റും ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരിയാണ്. ഇൻസൈഡ് എഡ്ജിൽ നമുക്ക് അങ്ങനെ ലൂസ് യാൻസ് ആയിട്ടോ ലൂപ്പ് യാൻസ് കൊണ്ട് വലിയാന്ന് അങ്ങനെയൊന്നും കൊണ്ട് വലിയത്തില്ല. കാരണം നമുക്ക് ആ ഒരു പ്ലേസ്മെൻറ്റിൽ അവിടെ ഒന്നും വരുന്നില്ല. നമുക്ക് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ ദിസ് ഇസ് എ വെരി പ്ലസൻറ്റ് കോമ്പിനേഷൻ. ലാസ്റ്റ് കോമ്പിനേഷൻ ഇസ് വെരി ബ്രൈറ്റ് ആൻഡ് പ്ലസൻറ്റ്. ഇതാണ് എൻ്റെ ലുക്ക് വരുന്നത്. കണ്ടോ, അത് നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന കോമ്പിനേഷൻ ലാവൻഡർ ആണ്. ഇതിനകത്ത് നമുക്ക് ഈ ഒരു ടാസിൽസും പിന്നെ ഫിനിഷ്ഡ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ആ ഒരു ബോഡിയിൽ വന്നിരിക്കുന്ന കളറിൻ്റെ അതേ തന്നെ ഒരു കോമ്പിനേഷൻ അതിനകത്ത് സെപ്പറേറ്റ്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള സിൽക്ക് ത്രെഡ് ടാസിൽസ് ആണ്. ആൻഡ് ദിസ് ഇസ് ദി ബ്ലൗസ്. പവലുമാണ്. ഭയങ്കര രസമായിട്ടാണ് വന്നിരിക്കുന്നത്. ചന്തേരിയുടെ ഒരു ഷൈൻ അവിടെ വരുന്നുണ്ട് കേട്ടോ. ബേജിനകത്ത് അത് ആക്ച്വലി അറിയാത്തത്, മറ്റ് കളേഴ്സിനകത്തൊക്കെ കുറച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. വെരി പ്രിട്ടി സാരി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഏത് കളർ കോമ്പിനേഷനാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ആൻഡ് ഇതിൻ്റെ തന്നെ നമ്മൾക്ക് ഇതിനകത്ത് ഡിസൈൻ വേരിയേഷൻസും കുറച്ച് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചെക്ക് ഇറ്റ് ഓൾ ഔട്ട്. BLE 239, പ്രൈസ് 2599. പ്രിൻറ്റഡ് ചന്തേരി സാരീസ് വിത്ത് ത്രെഡ് രേഷം വീവിങ് ആയിട്ട് വന്നിട്ടുള്ള ബോർഡർ പാറ്റേണും കൂടെ വന്നിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. ആൻഡ് എല്ലാം നല്ല സോഫ്റ്റ് ഷെയ്ഡ്സിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ് ബ്ലൂ ആണ്, ഒരു ക്ലൗഡ് ബ്ലൂ ഷെയ്ഡിൻ്റെ ടോണാണ്, പക്ഷെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ദെൻ വി ഹാവ് എ ചിക്കു ബേജ് ടോൺ ആൻഡ് എ പിങ്ക് പീച്ച് ഷെയ്ഡ്. ആൻഡ് ദെൻ വി ഹാവ് എ ബ്രൈറ്റ്
ഗ്രീൻ ഷെയ്ഡ്. അപ്പോൾ ഒരു പിസ്തയുടെയും ഓലിവിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു ടോണാണ്. അതിൻ്റെ ഫ്ലോറൽ ഡിസൈനും നല്ല ഭംഗിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, നമ്മൾ അതിനകത്ത് ലോവർ എഡ്ജിലോട്ട് വലിയ വലിയ ഫ്ലവേഴ്സും അപ്പർ പോർഷനിലോട്ട് ആ ഒരു പ്രിൻ്റ് ഒരു ഗ്രാജുവലായിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽസിലോട്ട് പോയേക്കാണ്. ആൻഡ് ചന്തേരി സാരീസാണ്, വളരെ കംഫർട്ടബിൾ ആയിട്ട് ഉടുക്കാൻ പറ്റുന്ന സാരീസുമാണ് കേട്ടോ. ലൈറ്റ് വെയ്റ്റ് ആണ്, നമുക്ക് തൊടാനും ഉടുക്കാനും ഒക്കെ നല്ല സുഖമായിട്ട് വന്നിരിക്കുന്നതാണ്. അതാണ് എൻ്റെ ലുക്ക് വരുന്നത്. ആക്ച്വലി സ്പഞ്ച് ചന്തേരി ആയിട്ട് വന്നിരിക്കുന്ന സാരീസാണ് കേട്ടോ. ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. നമുക്ക് നമ്മുടെ മുഖ ടെസറിനകത്തൊക്കെ വരുന്ന ഒരു ഫിനിഷിംഗ് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു ഫീൽ നമുക്ക് ഇതിനകത്ത് ആക്ച്വലി തോന്നും. അത് സ്പഞ്ച് ചന്തേരിയുടെയാണ്. ആൻഡ് നല്ല ഭംഗിയുള്ള ആക്ച്വലി ലൈറ്റായിട്ട് ഗോൾഡൻ ജെറിയും വരുന്നുണ്ട്. 2 ടോൺസിൽ ലൈറ്റ് ബേജ് ആൻഡ് ഒരു ബ്രൗണിഷ് ലൈറ്റ് ബ്രൗണിൻ്റെയും കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ട് അതിങ്ങനെ ഒരു എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു കളർ ഇങ്ങനെ മാറി മാറി വരുന്നത് അറിയാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് വീവ് ചെയ്തെടുത്തേക്കുന്ന ഫ്ലോറൽ ബനാറസി ലുക്കാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. തിൻ ബോർഡറാണ് കേട്ടോ അതിനകത്ത് വരിക. ആൻഡ് അതിൻ്റെ ബ്ലൗസ് വന്നിട്ട് റണ്ണിങ്ങിൽ തന്നെ വന്നിട്ട് പ്ലെയിൻ ആയിട്ട് വരുന്ന ബ്ലൗസ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. അപ്പർ പോർഷൻ സോളിഡ് ആയിട്ടാണ് വരുന്നത്. ലോ പോർഷനിൽ മുട്ടും താഴോട്ടാണ് നമുക്ക് ഈ ഒരു പ്രിൻ്റഡ് ഡിസൈൻ ആക്ച്വലി വന്നിരിക്കുന്നത്. അതെ, മുട്ടിന് താഴോട്ട് നല്ലൊരു വിധത്തിൽ ഈ ഒരു ബോർഡർ ഡിസൈൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതാണ് എൻ്റെ കൂടുതൽ ബ്രൈറ്റർ ആയിട്ട് വന്നിരിക്കുന്ന ലുക്ക് ഇതാണ്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് പീച്ച് ടോണിലാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ പല്ലുവിൻ്റെ അവിടെ നമുക്ക് ഇതേപോലെ തന്നെ ഒരു ഗ്രാജുവലായിട്ട് ഇങ്ങനെ ഒരു ഫ്ലോറൽസ് ഇങ്ങനെ കയറി വരുന്നുള്ള ഒരു ഫ്രം ബിഗർ ടു സ്മോളർ ആയിട്ടുള്ള ഒരു ലുക്ക് കാണാം. ആൻഡ് ദെൻ ലോ പോർഷനിലോട്ടാണ് പിന്നെ സാരി ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് 5399 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. നമുക്ക് സ്പഞ്ച് ചന്തേരി ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു റേഞ്ചിലോട്ട് ഈ സാരി വരുന്നത്. ആൻഡ് ദ മെറ്റീരിയൽ ക്വാളിറ്റി ഈസ് റിയലി ഗുഡ്. നമുക്ക് ആ ഒരു മുഖ ടെസറിൻ്റെ പോലത്തെയുള്ള ഒരു കംഫർട്ടാണ് നമുക്ക് ആക്ച്വലി ഇതിനകത്ത് കിട്ടുന്നത്. ഭയങ്കര ഷൈനുള്ള ഒരു ഫാബ്രിക് അല്ല, നമുക്കൊരു സട്ടിൽനെസ് വരുന്ന ഒരു ഫാബ്രിക്കാണ്. ആൻഡ് പ്രായം കൂടുതലുള്ളവർക്കും ഇപ്പം നമുക്ക് നമ്മളിപ്പം ഏജ് കൂടുമ്പോൾ നമുക്ക് വി വോണ്ട് ടു ബി മോർ അറ്റ് ഈസ്. അപ്പം നമുക്ക് ബുദ്ധിമുട്ടുള്ള നമ്മൾ യങ്ങർ ആയിരിക്കുമ്പോഴത്തേക്ക് വിൽ ഡു എനിത്തിങ് ഫോർ ഫാഷൻ. നമ്മൾ അതിൻ്റെ ഏജ് മാറും തോറും നമുക്ക് വി വോണ്ട് ടു ബി ഇൻ ആർ കംഫർട്ട് സോൺ. അതിനകത്തോട്ട് നമ്മളിങ്ങനെ ഒരു ഗ്രാജുവൽ ജേർണി ഉണ്ടല്ലോ. അപ്പോൾ പ്രായം കൂടിയവർക്കൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഉടുക്കാൻ പറ്റിയ സാരിയാണ്. അപ്പോൾ ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ചിക്കു ടോണിലോട്ട് പോയിട്ടില്ല, ഒരു ചിക്കു ഷെയ്ഡാണ്. സെയിം ഫ്ലോറൽ ഡിസൈൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. പ്രിൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഫ്ലോറൽസ് ഡിജിറ്റൽ പ്രിൻറ്റിലാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇതിനകത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു വൈറ്റിഷ്നെസ് റോങ് സൈഡിൽ വരുന്നില്ല കേട്ടോ. സോ ദിസ് ഇസ് ദി ഹോൾ ലുക്ക്. RGDയുടെ കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. RGD 164 5399 റേഞ്ചിൽ വരുന്ന സ്പഞ്ച് ചന്തേരി സാരി. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളിതിനകത്ത് ബ്ലാക്ക് സെറി വീവിങ് പാറ്റേണിൽ വന്നിരിക്കുന്ന സാരി ബനാറസി ലുക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നുക. പക്ഷെ ഇതിൻ്റെ റോങ് സൈഡ് ഞാൻ കാണുമ്പോഴാണ് അത് നോക്കും ശരിക്കും നമ്മൾ റിയലൈസ് ചെയ്യുക ഇത് ആക്ച്വലി ബ്ലാക്ക് സെറി അല്ല, ഒരു ആൻറ്റി ഗോൾഡൻ ടോൺ കൊടുത്തിട്ട് അതിനകത്ത് പ്രിന്റ് ചെയ്തേക്കുന്ന ഷെയ്ഡാണത്. അപ്പോൾ ദിസ് ഹോൾ സാരി ഈസ് സബ്ലിമേഷൻ പ്രിന്റഡ്. അപ്പോൾ ആ ഒരു ടോൺ നമ്മുടെ സെറിയും കൂടെ പിക്ക് ചെയ്തിട്ടാണ് അതിനകത്ത് നമുക്ക് ഈ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏത് കളറാണോ സാരി നമുക്ക് ആ ഒരു സെറി ടോൺ ഇതിനകത്ത് വരുന്നതായിട്ട് നമുക്ക് അതിൻ്റെ ഒരു പ്രിന്റ് കാരണം നമുക്ക് അങ്ങനത്തെ ഒരു കളർ ഇതിൻ്റെ അകത്ത് പിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലിനൻ ഫിനിഷിൽ ഒരു ബത്തീക്ക് ലുക്കിൽ ബത്തീക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു പ്രിന്റിലാണ് വന്നിരിക്കുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരിയാണ്. ബ്ലൗസ് ഫുൾ ബ്രൊക്കേഡ് ലുക്കിലുമാണ് വന്നിരിക്കുന്നത്, അർബൻ RC പാറ്റേണിൽ തന്നെ. അപ്പോൾ ബ്ലൗസ് ആക്ച്വലി കാണുമ്പോഴത്തേക്കും നമുക്ക് ഇതേ ലുക്ക് തന്നെയാണ് ബ്ലൗസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഗിഫ്റ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ എല്ലാം നല്ല ഡാർക്ക് ഷെയ്ഡ്സ് എല്ലാവർക്കും ചേരുന്ന കളേഴ്സാണ്. ആൻഡ് 2299 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ലൈറ്റ് വെയ്റ്റ് സാരീസ് JBE 107 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നമുക്ക് ഓരോ ഷെയ്ഡായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഉടുക്കാൻ എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഉടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന സാരീസാണ്. So we have the first color was a black tone, and then അതൊരു നമുക്കൊരു ടിൻസ് ഓരോ ഷെയ്ഡായിട്ട് തോന്നും, അതൊരു ഗ്രേ ടോൺ വരുന്നതുമായിട്ട് തോന്നും. ആക്ച്വലി ഇത് ബ്ലാക്ക് ആണ്. ആൻഡ് ദെൻ വി ഹാവ് ബർഗൻഡിയുടെ ലുക്ക് ഇതാണ്. രണ്ട് സൈഡിലും ബനാറസി ബോർഡറും ലിനൻ ഫിനിഷിലും ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ബ്ലൗസ് പീസ്. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രൊക്കേഡ് പാറ്റേണിൽ. അപ്പോൾ അത് ആൻറ്റി ഗോൾഡൻ ആണ്. അപ്പോൾ ലൈറ്റ് ഗോൾഡും ബ്രൗൺ ടോണും കൂടെയുള്ള യാൻസിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ലുക്ക് വരുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ഡാർക്ക് ആർമി ഗ്രീൻ ഷെയ്ഡ്.
ഇതാണ് ഓപ്പൺ ചെയ്ത് നമുക്ക് ഓരോ ഷെയ്ഡായിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണട്ടെ. സെയിം പ്രിൻ്റ് തന്നെയാണ്, ഒരു ട്രഡീഷണൽ മോട്ടിഫിനകത്ത് വന്നിരിക്കുന്ന ബത്തീക്ക് ലുക്കാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഫുൾ ലുക്ക്. ആൻഡ് ദെൻ വി ഹാവ് എ ബ്രൗൺ ടോൺ. കോഫി ടോണിലോട്ട് പോയിട്ടില്ല, കുറച്ചും കൂടി ഒരു ലൈറ്റർ ഫീലിൽ വന്നിട്ടുള്ള ബ്രൗൺ ഷെയ്ഡിലാണിത് വരുന്നത്. ഇതാണ് എൻ്റെ ലുക്ക്. എല്ലാം വെയർ ചെയ്യാനും നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് ക്ലോസ്ഡ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ബനാറസിയുടെ ട്രഡീഷണൽ മോട്ടോഫിൽ തന്നെ, അല്ലെങ്കിൽ റോങ് സൈഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാറ്റേൺ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഫ്ലോറൽ ബനാറസി ലുക്കാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ദാറ്റ് വാസ് ബ്രൗൺ ഷെയ്ഡ് ആൻഡ് ദിസ് ഇസ് ദി പല്ലു. ടാസൽസ് അറ്റാച്ച്മെൻറ്റ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇൻസൈഡ് നമുക്ക് ഒരു വൈറ്റിഷ്നസ് വരുന്ന ലുക്കാണ്. ആൻഡ് ദിസ് ഇസ് ദി ബ്ലൗസ് പീസ്. ആൻഡ് ഫൈനലി വി ഹാവ് അനദർ ഗ്രീൻ വിച്ച് ഇസ് എ ഡാർക്ക് ടോൺ. ബ്ലാക്ക് ചേർന്നിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്, റിയലി ഡാർക്ക് ഗ്രീൻ ടോൺ. എനിക്കൊന്ന് ഇത് നല്ല ഭംഗിയാണ്. ഉടുത്ത് കഴിയുമ്പോൾ സാരീസൊക്കെ നല്ല രസമായിരിക്കും കാണാനായിട്ട്. നമുക്കൊരു എഫേർട്ട്ലെസ് ആയിട്ട് ഉടുക്കാനും പറ്റുന്ന സാരീസ് ആയതുകൊണ്ട് ഐ എസ്പെഷ്യലി പ്രിഫർ ദോസ് സാരീസ് ബിക്കോസ് ഓഫ് ദി ക്ലൈമറ്റ്. ഇതാണ് എൻ്റെ ലുക്ക് വരുന്നത്. അതാണ് ഗ്രീൻ ഷെയ്ഡ് വരുന്നത്. അപ്പോൾ JBE 107 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്രൈസ് റേഞ്ച് അഫോർഡബിൾ റേഞ്ചിലാണ്, 2299.